ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബജാജ് ഡോമിനാറിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് അഴിക്കണം വണ്ടിയുടെ. അതായത് ഈ ബെല്ലി പാൻ, എൻജിൻ ഗാർഡ് അത് ഊരിയുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കും, ഓയിൽ നമ്മൾ ഊരിക്കളയുമ്പോൾ താഴത്തേക്ക് വീഴും, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകും ഓയിൽ. പിന്നെ മെയിനായിട്ട് ഊരേണ്ട ഭാഗം ആ കാണുന്ന നട്ടാണ്. അതാണ് നമ്മുടെ മെയിനായിട്ട് ഓയിൽ റിമൂവ് ചെയ്യുമ്പോൾ ഊരേണ്ട നട്ട്. പിന്നെ എൻജിൻ ഗാർഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഊരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ എൻജിൻ ഫ്ലഷ് ഷൂട്ടർ ലിക്വിമോളിയുടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം 18,500 കിലോമീറ്ററുമായി. പിന്നെ ഈ പറഞ്ഞ ചെറിയ ഷൂട്ടറിൻ്റെ വില ഇച്ചിരി കൂടുതലാണ്. 80 ml 299 രൂപയാണ് MRP. ഇതൊഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എൻജിനകത്തുള്ള അഴുക്കും മറ്റു കാര്യങ്ങളൊക്കെ ഫുള്ള് ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയാണ് ഷൂട്ടർ ഒഴിക്കുന്നത്. എൻജിൻ ഫ്ലഷ് ചെയ്ത് തരും. അതായത് ഇപ്പം നമ്മൾ ഹാർപ്പിക്കൊക്കെ ഇട്ട് നമ്മുടെ ക്ലോസറ്റൊക്കെ ഫ്ലഷ് ചെയ്ത് കളയുമല്ലോ, ഫുൾ അഴുക്ക് കളയണ പോലെ. ആ സെയിം പ്രൊസീജിയർ തന്നെ ഫുള്ള് ഫ്ലഷ് ചെയ്ത് കളയും. അതായത് നമ്മുടെ എൻജിൻ്റെ അകത്തുള്ള ഭാഗങ്ങളിലൊക്കെ പിടിച്ചിരിക്കുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് കളയുന്ന, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ എൻജിൻ ഓയിൽ ഒഴിക്കുന്നത് പോലെ തന്നെ സെയിം രീതിയിൽ തന്നെ നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ക്യാപ്പ്, എൻജിൻ ഓയിൽ ഒഴിക്കുന്ന അതിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് അതിനകത്തേക്ക് ഷൂട്ടർ ഒഴിക്കുക. എന്നിട്ടൊരു 10 മിനിറ്റത്തോളം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്നതൊന്ന് നോക്കാം. നിങ്ങൾ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇത്തിരി ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാണിക്കാനാണ്. ഇതൊക്കെ അത്യാവശ്യം സമയം എടുക്കും ഇതൊക്കെ ഒഴിക്കാനായിട്ട്. സൂക്ഷിച്ചൊഴിച്ചില്ലെങ്കിൽ താഴേലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഒരു കുനിയിലൊക്കെ വെച്ച് ഒഴിക്കണത് കുറച്ചും കൂടി സേഫായിരിക്കും. ഓക്കെ, ഇതൊരു ഫാസ്റ്റാക്കി കാണിക്കില്ലേ, ബോറടിച്ച് ചത്തുണ്ട്. അപ്പോൾ ഷൂട്ടർ ഒഴിച്ചതിന് ശേഷം ഈ ഓയിലിൻ്റെ ക്യാപ്പ് മൂടാൻ മറക്കരുത്. മൂടിയതിന് ശേഷം വേണം കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് കൂടെ പുറത്തേക്ക് പോകും ഓയിൽ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയം നോക്കി വെക്കുക. 2:18. 10 മിനിറ്റാണ് വണ്ടി ഓണാക്കി ഇടേണ്ടതെന്ന് പറഞ്ഞേക്കണത്. അതായത് എൻജിൻ ഐഡിയലായിട്ട് 10 മിനിറ്റ് ഓണാക്കി ഇടണം ഈ എൻജിൻ ഫ്ലഷ് ഒഴിച്ചതിന് ശേഷം. വണ്ടി റേസൊന്നും ചെയ്യണ്ട, വെറുതെ ഓണാക്കി ഇട്ടാൽ മതി ന്യൂട്രലിൽ. 10 മിനിറ്റ് കഴിയുമ്പോൾ എൻജിൻ ഓഫ് ചെയ്തിട്ട് എൻജിൻ ഓഫ് ചെയ്യുക. എൻജിൻ ഓഫ് ചെയ്തതിന് ശേഷം എൻജിനൊക്കെ ഒന്ന് തണുത്ത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഓയിൽ റിമൂവ് ചെയ്യണം നമുക്ക്. അല്ലാതെ 10 മിനിറ്റ് കഴിയുമ്പോൾ വണ്ടി ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ പോയിട്ട് ഓയിൽ ഊരിക്കഴിഞ്ഞാൽ കൈയും പൊള്ളും, മേലും പൊള്ളും, എല്ലാം പൊള്ളും. വേണ്ടാത്ത പണി കാണിക്കരുത്. ഈ ബെല്ലി പാൻ അല്ലെങ്കിൽ എൻജിൻ ഗാർഡ് ഊരണയാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഓയിൽ ഫിൽറ്റർ മാറുമ്പോൾ എന്ത് വന്നാലും കുറച്ച് ഓയിൽ ബെല്ലി പാൻ്റെ അകത്തേക്ക് പോകും. പിന്നെ അത് ഊരി ക്ലീൻ ചെയ്യേണ്ടി വരും. അതിലും നല്ലത് ഓയിൽ റിമൂവ് ചെയ്യണതിന് മുന്നേ തന്നെ ബെല്ലി പാൻ ഊരി വെക്കുക. ബെല്ലി പാൻ അല്ലെങ്കിൽ എൻജിൻ ഗാർഡ് ഊരി വെക്കുക. ഓക്കെ, 10 മിനിറ്റ് ആയിട്ടുണ്ട്. എന്താ 2:28. അതോടൊപ്പം തന്നെ ഫാനും ഓണായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫാൻ കറങ്ങണമെന്ന് നോക്കിയേക്കാം. ഇപ്പോൾ ഫാൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഓഫാക്കാം. അതാണ് അതിൻ്റെ ഒരു രീതി. ഫാൻ ഓണായിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓഫ് ചെയ്യരുതെന്ന് ഒരു പറച്ചിലുണ്ട്.
അപ്പോൾ അത് നമുക്ക് അനുസരിച്ചേക്കാം. ഓക്കെ, ഫാൻ ഓഫായിട്ടുണ്ട്. കണ്ടോ, ഫാൻ സ്റ്റോപ്പായി. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം. എന്നിട്ട് എൻജിനൊന്ന് ചൂട് മാറണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെയിറ്റ് ചെയ്യണേ. ധൃതി പിടിച്ച് പോയിട്ട് ഓയിൽ ഊരത്. ഇതിപ്പോൾ ഞാൻ ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണത് കാണിക്കാൻ വെറുതെ ഓവറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഇതാണ് ടൂള്, ഇത് ഊരാനായിട്ടുള്ളത്. സോക്കറ്റ് റഞ്ച് ഉപയോഗിക്കുക, അതാകുമ്പോൾ നട്ടിൻ്റെ എഡ്ജൊന്നും പോവില്ല. 18 mm സോക്കറ്റ് റഞ്ചാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ഫുള്ള് ഡ്രെയിൻ ഔട്ട് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ധൃതി പിടിക്കരുത്, അത്യാവശ്യം സമയമെടുക്കും ഓയിൽ മൊത്തം ഡ്രെയിൻ ഔട്ട് ആവാൻ വേണ്ടി. പിന്നെ ഇത് ചൂട് മാറിയിട്ട് ഊരിയാൽ മതി എന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് ഊരുമ്പോൾ ഓയിൽ തെറിക്കും ഓടുന്നു. ഓയിലിന് ചൂടുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളും. പിന്നെ ഇത് വല്ല പ്ലാസ്റ്റിക് പാത്രത്തിലേക്കാണ് വീഴണമെങ്കിൽ, തിളച്ച ഓയിലാണെങ്കിൽ പ്ലാസ്റ്റിക് പാത്രമൊക്കെ നൊത്തിപ്പോവും. ഉണ്ടോ, ഓയിൽ വരുന്നുണ്ട്, കയ്യിലൊക്കെ ആയിട്ടുണ്ട് എൻ്റെ. പക്ഷേ ചൂടൊക്കെ മാറിക്കൊണ്ട് സീനില്ല. പിന്നെ ഞാനിത് ഇത്തിരി ഫാസ്റ്റാക്കിയിട്ടാണ് കാണിക്കണത്, കാരണം ഓയിൽ വീഴാൻ അത്യാവശ്യം സമയം എടുക്കും. ഓയിൽ പോകാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കുകയാണ്, അല്ലെങ്കിൽ ബോറടിച്ച് വശകേടാവും, നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ ഇനി ഓയിലിൻ്റെ ഈ ഭാഗത്തുള്ള ഫിൽറ്റർ ഊരിയെടുക്കുക. ഇതൊരു ഫിൽറ്ററാണ്, എൻജിൻ്റെ താഴെ വരുന്ന ഫിൽറ്ററാണത്. അത് നല്ല എയർ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അടിച്ച് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ നല്ലൊരു വൃത്തിയുള്ള തുണി എടുത്തിട്ട് അതൊക്കെ തുടച്ച് ക്ലീനാക്കി എടുക്കുക. പിന്നെ അഴിക്കേണ്ട ഭാഗം ഇതാണ്. ഇവിടെയാണ് ഓയിൽ ഫിൽറ്റർ വരുന്നത്. എൻ്റെ ഓയിൽ ഫിൽറ്റർ ഊരുന്ന ആ ഒരു വീഡിയോൻ്റെ ഭാഗം എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഐ ആം ദ റിയലി സോറി. അപ്പോൾ ഞാൻ എന്താണ് ഈ ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് ഓയിൽ ഫിൽറ്റർ നിങ്ങൾ ഊരേണ്ടത് എന്ന് ഞാൻ കാണിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഊരുന്നതല്ല ഇത്, ഞാൻ ഓൾറെഡി ഊരിയതാണ്. പക്ഷേ എൻ്റെ വീഡിയോയിലത് എന്താ പറയുന്നത്, അന്നേരം ആ വീഡിയോ സേവ് ആയില്ല, റെക്കോർഡായില്ല. അപ്പോൾ ഇതേപോലെ 2 നട്ട് ഊരിയിട്ട്, 8 mm നട്ടാണത്, അത് 2 ഊരിയിട്ട് വേണം അത് ഊരിയിട്ട് ഓയിൽ ഫിൽറ്റർ മാറാൻ. ഓയിൽ ഫിൽറ്റർ പുതിയത് ഇട്ടിട്ട് വേണം ഓയിൽ ഒഴിക്കാൻ. ഇതാണ് ഞാൻ മാറ്റിയ എൻ്റെ പഴയ ഓയിൽ ഫിൽറ്റർ. ഇത് ഊരിയിട്ട് ഓയിൽ ഫിൽറ്റർ എടുക്കണം. ഇതെങ്ങനെ ഇരിക്കും ഓയിൽ ഫിൽറ്റർ, എൻ്റെ മാറ്റിയ ഓയിൽ ഫിൽറ്ററാണ് കേട്ടോ. ആ വീഡിയോ സേവ് ആയില്ല. പിന്നെ ഞാനിത് പറമ്പിൽ കിടന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ കാണിച്ചു തന്നെയാണ് ആക്ച്വലി നിങ്ങൾക്ക്. ഇങ്ങനെ ഇരിക്കും പഴയ ഓയിൽ ഫിൽറ്റർ. ഇതാ സംഭവത്തിനകത്തിരിക്കും. ഇത് ഇങ്ങനെ പതുക്കെ പുള്ളി ചെയ്തെടുക്കണം പുറത്തേക്ക്, എന്നിട്ട് വേണം പുതിയ ഓയിൽ ഫിൽറ്റർ ഇടാൻ. എന്ന് ഓയിൽ ചേഞ്ച് ചെയ്താലും മസ്റ്റായിട്ട് ഓയിൽ ഫിൽറ്റർ മാറ്റണം, എന്നാലേ ഓയിലിന് ലൈഫ് ഉണ്ടാവുള്ളൂ വണ്ടിയുടെ, എന്നാലേ ഒരു ഗുണം ഉണ്ടാവുള്ളൂ ഓയിൽ ചേഞ്ച് ചെയ്യണതിന്. പുതിയ ഫിൽറ്ററിന് 80 രൂപ വരെ ഉള്ളു. ഇതാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഓയിൽ. കാസ്ട്രോളിൻ്റെ ഓയിലാണ്. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, 1 ലിറ്ററിൻ്റെ ക്യാനാണ് ഇതിൽ. ഇത് നോക്കിയേ, 250 ml, 500 ml, പിന്നെ 750 ml, അത് കഴിഞ്ഞ് 1 ലിറ്റർ. അങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കാണും. അതായത് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിക്ക് 1/700 ml ആണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഒരു ഫുൾ ലിറ്റർ ഒഴിക്കണം. പിന്നെ സെക്കൻഡ് ബോട്ടിൽ ഇത്രയും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻജിനിൽ കറക്റ്റ് ഫില്ലാണ്. അതായത് നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ലെവലുണ്ടല്ലോ, ലെവൽ കറക്റ്റ് ലെവലായിട്ട് നിൽക്കും ഇത്ര ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ഫിൽറ്ററൊക്കെ തിരിച്ച് സെറ്റ് ചെയ്തിട്ട് ഓയിൽ ഒഴിക്കാം. ഓക്കെ, ഈ ഒരു ഫിൽറ്റർ അകത്തേക്ക് പ്രസ് ചെയ്ത് കയറ്റുമ്പോൾ ഒന്ന് പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അകത്ത് പോയിട്ട് സാധനം സെറ്റാവും. എന്താണെന്ന് വെച്ചാൽ, ഇത് സ്ട്രെയിറ്റ് കുത്തി കയറ്റി കഴിഞ്ഞാൽ ഇച്ചിരി ടൈറ്റ് പോലെ തോന്നും. അപ്പോൾ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക.
അതിനൊരു പൊസിഷൻ കറക്റ്റാകത്ത് കയറി കഴിഞ്ഞിട്ട് വേണം ഈ പുറത്തത് നട്ടിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. കാരണം ഈ ഫിൽറ്റർ ചെന്നിട്ട് അപ്പുറത്തെ ഫിൽറ്ററായിട്ട് ടച്ചായിട്ടിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. പിന്നെ ഈ ഒരു നട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ അധികം ആവേശം കാണിക്കരുത്. ഒരു അത്യാവശ്യം ടൈറ്റ് ചെയ്യുക, ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്താൽ അതിൻ്റെ പിരിയൊക്കെ പോയി പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. വേണ്ട. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്ന് നോക്കാം. ഓയിൽ ഫിൽറ്ററിൻ്റെ ഭാഗം കപ്പ് ഊരിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഭാഗം എങ്ങനെ ഇരിക്കും. കുറച്ച് വീഡിയോ എനിക്ക് കിട്ടിയായിരുന്നു, അത് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കണതാണ്. എന്തെങ്കിലും ഇങ്ങനെ നേരി എന്തെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ടിട്ട് വേണം അത് തിക്കിയെടുക്കാൻ പറ്റേക്ക്. ആ ഭാഗമൊക്കെ മിസ്സായി പോയി എൻ്റെ വീഡിയോയിൽ. ഐ ആം റിയലി സോറി. അപ്പോൾ താഴെ കിടക്കുന്നതിൻ്റെ പഴയ ഓയിൽ ഫിൽറ്റർ പുതിയ ഓയിൽ ഫിൽറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓയിൽ ഒട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. ഇതാണ് ഓയിൽ, കാസ്ട്രോളിൻ്റെ പവർ 1 അൾട്ടിമേറ്റ് 10W50/40. ഇതാണ് നമ്മുടെ ഓയിൽ, ബജാജ് ഡോമിനറിന് സൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ. 10W50. ഓക്കെ, മാറിപ്പോരുത്. ഇതാണ് നമ്മുടെ വണ്ടിക്ക് പറഞ്ഞിട്ടുള്ള ഓയിൽ. പിന്നെ ബ്രാൻഡ് നിങ്ങളുടെ ഡെസിഷനാണ്. ഞാൻ ഈ ഓയിൽ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല റിവ്യൂ ഇതിനെപ്പറ്റി കേട്ടു. ബജാജിൻ്റെ ഓയിൽ സത്യം പറയാലോ എനിക്ക് ഒരു വെളിച്ചെണ്ണയെ പോലെയാണ് തോന്നുന്നത്. ബജാജുകാർ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഒരു 200 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ ആ ഓയിലിൻ്റെ ഗുണം തീർന്നു. പിന്നെ കാസ്ട്രോള് ഒന്നും പറയാനില്ല. ഓയിൽ നല്ല റിവ്യൂ എന്ന് പറഞ്ഞാൽ നല്ല റിവ്യൂ. ഈവൻ ട്രയംഫ് പ്രിഫർ ചെയ്യുന്ന ഓയിൽ കാസ്ട്രോളാണ്. അതിൻ്റെ എൻജിൻ്റെ ആ ഭാഗത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട് യൂസ് ഓൺലി കാസ്ട്രോൾ ഓയിൽസ് എന്ന്. അപ്പോൾ നമ്മുടെ 1 ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞ് ഇനി ഒരു ബോട്ടിലിൽ നിന്ന് അടുത്ത ബോട്ടിലിൽ നിന്ന് 700 ml കൂടി ഒഴിക്കണം. എന്നാലേ 1 ലിറ്ററും 700 ml ആവുള്ളൂ. അതാണ് നമ്മുടെ ബജാജ് ഡോമിനറിൻ്റെ ഓയിലിൻ്റെ കണക്ക്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്യാൻ പൊട്ടിച്ചു. ഇനി അത് ഒഴിക്കട്ടെ. ഞാനപ്പോൾ ഇത് ഫാസ്റ്റാക്കിയിട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബോറടിച്ച് നിങ്ങൾ ചത്തുപോകും. ഇതൊക്കെ അത്യാവശ്യം സമയമെടുക്കുന്ന പരിപാടിയാണ്. പിന്നെ ഓയിൽ ഒഴിക്കുമ്പോൾ ഒരു കുനിയിലെടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഓയിൽ താഴെ പോവും, അളവൊക്കെ തെറ്റി പോവും. ഓക്കെ കേട്ടോ, ഇതാണ് മെഷർമെൻ്റ്. അതിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നില്ലേ, ഈ മെഷർമെൻറ്റ് നോക്കിയിട്ട് ഒഴിക്കുക. രണ്ടാമത്തെ ക്യാനാണിത്, ചരിച്ച് പിടിച്ചേക്കനാണ്. നേരെ പിടിക്കുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ, ഇത്രയും ഒഴിച്ചാൽ മതി രണ്ടാമത്തെ ക്യാനിൽ നിന്ന്. അപ്പോഴേക്കും കണ്ടോ സ്ട്രെയിറ്റ് പിടിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇത്രയും ഒഴിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്യാനിൽ നിന്ന് ഇത്രയും ഒഴിച്ച് കഴിഞ്ഞാൽ എൻജിൻ ലെവലിൽ ഓയിൽ ലെവൽ പക്കയാവും. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 250 ml തൊട്ട് മേളിൽ വരെ. അതായത് മറ്റേ ബോട്ടിൽ നിന്ന് 1 ലിറ്ററും ഈ ബോട്ടിൽ നിന്ന് 700 ml. അതാണ് കണക്ക്. അപ്പോൾ ഇതിൻ്റെ 1 ലിറ്റർ ബോട്ടിലിന് വരുന്ന റേറ്റ് 769 റുപ്പീസാണ് 1 ലിറ്റർ. ഞാൻ ബ്രൈറ്റിൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിയത്, റോഡ്മോങ്സിൽ നിന്ന്. ഇനി നമുക്ക് ഓയിലിൻ്റെ ലെവലൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സൈഡ് സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഓയിലിൻ്റെ ലെവൽ മനസ്സിലാവില്ല. സൈഡ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഒന്ന് നേരെ വെച്ചിട്ട് വേണം നോക്കാൻ. അതോടൊപ്പം തന്നെ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തായാലും എനിക്കറിയാമല്ലോ അതിൻ്റെ കണക്ക് കറക്റ്റാണ് ഒഴിച്ചേക്കണമെന്നുള്ളത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഓയിലിൻ്റെ ലെവൽ. കാരണം വണ്ടിയുടെ എൻജിൻ്റെ പാർട്സിലേക്കൊക്കെ ഓയിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ റീഡിങ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ ബജാജിൻ്റെ ഓയിലിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ വളരെ മോശം അഭിപ്രായമാണ്. വണ്ടി നല്ലപോലെ ഹീറ്റാവുന്നുണ്ട്. കാണാം എൻജിൻ്റെ ഓയിൽ ലെവൽ വന്നേക്കണുണ്ടോ, പെർഫെക്റ്റ് അല്ലേ? ഇപ്പോൾ വണ്ടി
പാഡോക്ക് സ്റ്റാൻഡിൽ വെച്ചേക്കുന്നുണ്ട്, സ്റ്റഡി ആയിട്ട് ഇരിക്കണതാണ്. അപ്പോൾ നമുക്ക് എൻജിൻ ഓയിലിൻ്റെ ലെവൽ പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ബെല്ലി പാനൊക്കെ സെറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടി ബജാജിൻ്റെ ഓയിലിൻ്റെ കഥകൾ പറയാം. ബജാജ് ഇറക്കുന്ന DTSIൻ്റെ ഓയിൽ, DTSI എന്നും പറഞ്ഞ ഓയിൽ ഇറക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് വളരെ മോശം ഓയിലാണ്. ലൈഫില്ല ആ ഓയിലിന്. സംഭവം പൊട്ടിച്ചൊഴിക്കുമ്പോഴൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കും, പക്ഷെ ഒരു 200 കിലോമീറ്ററൊക്കെ ഓടിക്കഴിയുമ്പോൾ തന്നെ വണ്ടിയുടെ റിഫൈൻമെൻറ്റൊക്കെ പോയി. അപ്പോൾ എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റാണ് ബജാജിനോട് ആ ഓയിൽ മാറ്റുക. കാസ്ട്രോൾ വണ്ടികളിൽ കാസ്ട്രോൾ പ്രിഫർ ചെയ്യുക. വണ്ടിയുടെ എൻജിൻ ലൈഫ് ഉഷാറാവും, പെർഫോമൻസ് സൂപ്പറാവും, ഹീറ്റിംഗ് ഇഷ്യൂസ് പോവും, വണ്ടി കൈ കൊടുത്ത് തന്നെ ജെറ്റ് പോലെ കയറും. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഓയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബജാജിൻ്റെ ഓയിൽ ഭയങ്കര ഷോക്കാണെന്ന് വെച്ചാൽ ഭയങ്കര ഷോക്കാണ്. ഞാൻ വാറൻറ്റി നഷ്ടപ്പെടും എന്നുള്ള ഒറ്റ സങ്കടം കൊണ്ടാണ് ഇത്രയും നാൾ ബജാജിൻ്റെ ഓയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. പക്ഷേ എനിക്ക് മടുത്തെന്ന് വെച്ചാൽ എൻ്റെ തുടയൊക്കെ ലോങ് പോകുമ്പോൾ കരിയണ പോലെ തോന്നുന്നു. തുടയുടെ ഈ മുട്ടുകാലിൻ്റെ ആ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ഹീറ്റ് അടിക്കുന്നു. അപ്പോൾ ഇനിയും അങ്ങനെ ഓടിച്ചിട്ടുണ്ടായിരുന്ന എനിക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂസ് വരുമെന്ന് പേടിയായി. അതുകൊണ്ട് എനിക്ക് മുട്ടുകാൽ വേദനയൊക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി ആ ഓയിൽ. ഇനി ഞാൻ ബജാജിൻ്റെ ഓയിൽ എന്താ പറയണത് ഉപയോഗിക്കില്ല എന്ന് തീർച്ചയായും പറയാൻ പറ്റില്ല. കാരണം വാറൻറ്റി വേണമെങ്കിൽ ആ ഓയിൽ ഉപയോഗിക്കണം. അപ്പോൾ അത് ഉപയോഗിക്കും, അതോടൊപ്പം തന്നെ ഇതും മാറ്റി ഉപയോഗിക്കും. അപ്പോൾ ഏറെക്കുറെ വിവരമുള്ളവർക്ക് എങ്ങനെയായിരിക്കും ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ കുറേ നാളായി ഈ ഓയിലിനെ പറ്റി ഒരു റിവ്യൂ ചെയ്യണമെന്ന് വിചാരിക്കണത്. ബജാജിൻ്റെ ഓയിലിനെ പറ്റി നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്നതാണ്. കമ്പനിക്കാരെന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളെ ബജാജ് DTSI ഓയിൽ എന്നുള്ളത് ഡോമിനറിൽ ഒഴിക്കാതിരിക്കുക. വെറുതെ വണ്ടിയുടെ എൻജിൻ നശിപ്പിക്കരുത്. ആ ഓയിലൊക്കെ വല്ല CC കുറഞ്ഞ വണ്ടികളിൽ ഒഴിക്കണതാണ് നല്ലത്. ഇതിലൊന്നും കൊണ്ടൊന്നും ഒഴിക്കല്ല. കാരണം ഇത് ഭയങ്കര പവർ കൂടിയ എൻജിനാണ്. ഇതിന് നല്ല ക്വാളിറ്റി ഓയിലാണ് വേണ്ടത്. വണ്ടി നല്ല സ്പീഡിൽ ഓടിക്കേണ്ട വണ്ടിയാണിത്. ആ ഓയിലിനൊന്നും അത്രയും വാല്യൂ ഇല്ല. അതിനൊക്കെ കാസ്ട്രോളോ അഡിനോളോ അതൊക്കെ ബെറ്റർ. വണ്ടിയുടെ ഹീറ്റിങ്ങും വരില്ല. ഈ ഹീറ്റിംഗ് ഇഷ്യൂ കൊണ്ട് വണ്ടിയുടെ ഹെഡ് വരെ മാറേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അത് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാഞ്ഞതാണ്. എൻ്റെ വണ്ടിയുടെ എൻജിൻ ഹെഡ് ഒരു പ്രാവശ്യം റീപ്ലേസ് ചെയ്ത സൗണ്ട് കൂടിയിട്ട്. ഈ സൗണ്ട് കൂടുന്നത് എങ്ങനെയാണ്? വണ്ടി ഓവർ ഹീറ്റായി കഴിഞ്ഞിട്ടാണ് സൗണ്ട് കൂടുന്നത്. പിന്നെ ആരോട് പറയാനിതൊക്കെ. അപ്പോൾ നിങ്ങൾ ബജാജിൻ്റെ ഓയിൽ യൂസ് ചെയ്യുന്നവർ സൂക്ഷിക്കുക, അത്ര എനിക്ക് പറയാനുള്ളത്. പിന്നെ കാസ്ട്രോളിൻ്റെ ഓയിൽ ഞാൻ ഒരു 600 കിലോമീറ്ററോളം ഓടിച്ച് നല്ല പെർഫോമൻസ് വ്യത്യാസമുണ്ട്. ഹീറ്റിങ്ങൊക്കെ നല്ലപോലെ കുറഞ്ഞ് വണ്ടി ജെറ്റ് പോലെ കയറുന്നുണ്ട്. ഒടുക്കത്തെ പവർ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.